എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിന് ശുഭകരമായ ചതുർമാസകാലത്തെ ആദ്യത്തെ ഏകാദശിയായ കാമിക ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വർഷം കാമിക ഏകാദശി ആചരിക്കുന്നത് 2025 ജൂലൈ 21 തിങ്കളാഴ്ചയാണ്. സംസ്കൃതത്തിൽ കാമ എന്നാൽ ആഗ്രഹം എന്നാണ് അർത്ഥം. കാമി എന്നാൽ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നും കാമിക് എന്നാൽ ആഗ്രഹവുമായി ബന്ധപ്പെട്ട വസ്തു എന്നുമാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ കാമിക ഏകാദശി എന്ന പേര് ആഗ്രഹമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏകാദശി അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഏകാദശി എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് വൈഷ്ണവ ഭക്തർ കാമിക ഏകാദശിയെ ഇത്രയും കൂടുതലായി ആഗ്രഹിക്കുന്നതെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നതെന്നും എങ്ങനെയാണ് കാമിക ഏകാദശി ആചരിക്കേണ്ടതെന്നതിനെക്കുറിച്ചും ഏകാദശി തിഥിയെക്കുറിച്ചും പാരണ സമയത്തെക്കുറിച്ചും ഹരിവാസര സമയത്തെക്കുറിച്ചെല്ലാമുള്ള വിശദമായ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീധര രൂപത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനുള്ള ഒരു ദിവസമാണ് കാമിക ഏകാദശി. കാമിക ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപകാരപ്രദമായ കാമിക ഏകാദശി ദിനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ ഗംഗയിൽ കുളിച്ചോ കാശി, നൈമിഷാരണ്യം, പുഷ്കരം എന്നിവ സന്ദർശിച്ചോ ലഭിക്കുന്നതല്ല. കൃഷ്ണനെ ആരാധിക്കുന്നതിലൂടെ മാത്രമേ ഈ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. വ്യാഴം സിംഹരാശിയിൽ നിൽക്കുമ്പോൾ ഗോദാവരിയിലോ ഗണ്ഡകി നദിയിലോ കുളിച്ചാൽ ലഭിക്കുന്ന അതേ ഫലം കൃഷ്ണനെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കും. സ്വർണം, കുളങ്ങളുള്ള ഭൂമി, വെള്ളി എന്നിവ ദാനം ചെയ്യുന്ന വ്യക്തിക്കും കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്കും ഒരേ ഫലം ലഭിക്കുന്നു. പുണ്യദിനമായ കാമിക ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് മഹത്തായ മൂല്യങ്ങൾ ലഭിക്കുമെന്നും വിവിധ യജ്ഞങ്ങൾ നടത്തുന്നതിലൂടെ ലഭിക്കുന്നതിനേക്കാൾ മഹത്തായ കർമ്മങ്ങൾ കൈവരിക്കുമെന്നും പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ നിറവേറുകയും അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം ലഭിക്കുകയും ചെയ്യുന്നു. വൈഷ്ണവ കാമിക ഏകാദശി ആചരിക്കുന്നതിലൂടെ അശ്വബലി നടത്തുന്നതിലൂടെയോ 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിലൂടെയോ പുണ്യനദികളിൽ സ്നാനം നടത്തുന്നതിലൂടെയോ ലഭിക്കുന്ന പുണ്യം ലഭിക്കുന്നു. പിതൃദോഷത്തിൽ നിന്ന് മോചനം നേടാനും കാമിക ഏകാദശി വ്രതത്തിലൂടെ സാധിക്കുന്നു. ഏറ്റവും പ്രധാനമായി ഈ ഏകാദശി ആചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ എല്ലാ പാപങ്ങളും നശിച്ച് വ്യക്തിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഗുരുതരമായ പാപങ്ങളിൽ നിന്ന് പോലും മോചനം ലഭിക്കുന്ന ഏകാദശി ആയതുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഏകാദശിയാണ് കാമിക ഏകാദശി എന്ന് മുൻപ് സൂചിപ്പിച്ചത്. കലിയുഗ കാലഘട്ടത്തിൽ പാപങ്ങളുടെ ഭാരം ഏറ്റവും കൂടുതലായതിനാൽ മനുഷ്യർ ഈ ഏകാദശിയെ അനുകൂലിക്കുന്നു. കാമിക ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ഭക്തിയോടെ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന ഒരാൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണു ലോകത്തിലേക്ക് പോകുന്നു. കാമിക ഏകാദശി വ്രതകഥയിൽ പറയുന്നത് ശാരീരികമായി വളരെ ശക്തനും എന്നാൽ കോപവും ആക്രമണ സ്വഭാവവും നിറഞ്ഞവനുമായ ഒരു ഭക്തൻ ജീവിച്ചിരുന്നു എന്നാണ്. ഒരു ദിവസം ആ മനുഷ്യൻ ഒരു ബ്രാഹ്മണനുമായി തർക്കത്തിലേർപ്പെടുകയും കോപത്താൽ ആ ബ്രാഹ്മണനെ കൊല്ലുകയും ചെയ്തു. ബ്രാഹ്മണഹത്യ വളരെ വലിയ പാപമാണ്. താൻ ചെയ്ത വളരെ വലിയ തെറ്റിൽ പശ്ചാത്താപം തോന്നിയ ആ വ്യക്തി തൻ്റെ പാപങ്ങൾ കഴുകിക്കളയുവാൻ വേണ്ടി തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. ആ സമയം അയാൾ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. ഇത്തരം ഒരു മഹാപാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ എന്ത് ചെയ്യണമെന്ന് ആ വ്യക്തി സന്യാസിയോട് ചോദിച്ചപ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ചും ഭഗവാൻ വിഷ്ണുവിനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ ആ സന്യാസി ഉപദേശിച്ചു. ആ മനുഷ്യൻ കാമിക ഏകാദശി കർശനമായി ആചരിക്കുകയും വ്യക്തമായ ഉദ്ദേശത്തോടെ ശ്രീധരനെ പ്രാർത്ഥിക്കുകയും പാപത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു. കാമിക ഏകാദശി ദിനത്തിൽ ഭക്തർ പൂർണ്ണ തീഷ്ണതയോടെയും ഭക്തിയോടെയും ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കണം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങളിലായാണ് വ്രതം ആചരിക്കുന്നത്. ദശമി ദിനത്തിൽ, അതായത് ജൂലൈ 20 ഞായറാഴ്ച, ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് ഒരിക്കൽ നോൽക്കണം.
ഏകാദശി ദിനത്തിൽ, അതായത് ജൂലൈ 21 തിങ്കളാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവാന് മുന്നിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയാവുന്നത്ര നാമം ജപിക്കുക. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ എല്ലാ പാപങ്ങൾക്കും ഭഗവാന് മുന്നിൽ മാപ്പു ചോദിക്കുന്ന ഒരു ആചാരവുമുണ്ട്. പിന്നീട് വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. നാം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കുറച്ചു സമയം ക്ഷേത്രത്തിലിരുന്ന് നാമജപം നടത്തുവാനുള്ള സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ്. ഏകാദശി ദിനത്തിൽ മാത്രമല്ല, എപ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയാലും കുറച്ചു സമയം അവിടെ ഇരുന്ന് നാമം ജപിക്കുക. വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞ ക്ഷേത്ര സന്നിധിയിൽ ഭക്തിയോടെയും ഏകാഗ്രതയോടെയും നാമം ജപിച്ച് സമയം ചിലവഴിക്കുന്നതിലൂടെ ആ ക്ഷേത്ര സന്നിധിയിലെ പോസിറ്റിവിറ്റി നാം അറിയാതെ തന്നെ നമ്മിലേക്കും വ്യാപിക്കുന്നു. ഇതൊരു ശീലമാക്കുവാൻ ശ്രമിക്കൂ. പതിവായി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. കാമിക ഏകാദശി ദിനത്തിൽ സാധിക്കുന്നവർക്ക് പൂർണ്ണ ഉപവാസം എടുക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് പഴങ്ങളും പാലുൽപ്പന്നങ്ങളും കഴിച്ചുകൊണ്ടുള്ള ഭാഗിക ഉപവാസം അനുവദനീയമാണ്. പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ സാധിക്കുന്ന പോലെ ദാനധർമ്മങ്ങൾ നടത്തിയതിനു ശേഷം തുളസിയിലയിട്ട ജലം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ രാത്രിയിൽ ഉറങ്ങാതെ ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനങ്ങളും ഭജനകളും ആലപിക്കണം. അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നതും ശുഭകരമായി കണക്കാക്കുന്നു. ഏകാദശി ദിനത്തിൽ തുളസിച്ചെടിയെ ആരാധിക്കുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം തുളസി ഭഗവാൻ മഹാവിഷ്ണുവിന് വളരെ പ്രിയപ്പെട്ടതാണ്. കാമിക ഏകാദശി ദിനത്തിൽ തുളസിച്ചെടി ദർശിച്ചാൽ പോലും പാപമുക്തി ഉണ്ടാകുന്നു. ഈ ദിവസം തുളസീദേവിയെ ആരാധിക്കുന്നതിലൂടെ എല്ലാ രോഗങ്ങളും ഇല്ലാതാകുന്നു. കാമിക ഏകാദശി ദിനത്തിൽ ശ്രീഹരി വിഷ്ണുവിന് തുളസിയിലകൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. കാരണം തുളസിയിലകൾ സമർപ്പിക്കുന്നത് ഭഗവാന് വിലയേറിയ കല്ലുകൾ സമർപ്പിക്കുന്നതിനേക്കാൾ പ്രിയങ്കരമാണ്. കൂടാതെ കാമിക ഏകാദശി ദിനത്തിൽ തുളസി പൂജയും പ്രധാനമാണ്. പ്രാർത്ഥനയോടെ തുളസിക്ക് 3 പ്രദക്ഷിണം വെച്ച് തീർത്ഥം തുളസിയുടെ ചുവട്ടിൽ ഒഴിച്ച് തൊട്ടു തൊഴുതാൽ സർവ്വരോഗ ദുരിതങ്ങളും നീങ്ങി പാപശാന്തിയും ലഭിക്കുന്നു. ഈ സവിശേഷ ദിനത്തിൽ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ്. കാമിക ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ജൂലൈ 20 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:13 ഏകാദശി തിഥി അവസാനിക്കുന്നത് 2025 ജൂലൈ 21 തിങ്കളാഴ്ച രാവിലെ 9:39 പാരണ വിടേണ്ട സമയം 2025 ജൂലൈ 22 ചൊവ്വാഴ്ച പുലർച്ചെ 5:57 AM മുതൽ 7:06 AM വരെയാണ്. ഏകാദശി വ്രത കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹരിവാസര സമയം. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ ഈ സമയം പ്രാർത്ഥിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ഈ സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് ഏറ്റവും ഗുണകരമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസത്തോടെയുള്ള നാമജപം അത്യുത്തമമാണ്. കാമിക ഏകാദശിയിൽ ഹരിവാസര സമയം വരുന്നത് ജൂലൈ 21 തിങ്കളാഴ്ച പുലർച്ചെ 4:17 മുതൽ വൈകിട്ട് 3:01 വരെയാണ്. ശാന്തത പാലിച്ചുകൊണ്ട് കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആഗ്രഹസാഫല്യവും പിതൃപ്രീതിയും പാപമോചനവും ലഭിച്ച് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും വന്നു ചേരുവാൻ ഭഗവാൻ മഹാവിഷ്ണു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.